ഒന്ന് വാങ്ങിച്ചു വായിക്കാനുള്ള താല്പര്യം നിങ്ങൾ കാണിക്കണമെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. കാരണം ഇതുപോലുള്ള തെറ്റായ പരാമർശങ്ങൾ വരുമ്പോൾ സ്നേഹത്തോടുകൂടെ അതിൻ്റെ വ്യക്തമായ ഒരു മറുപടി കൊടുക്കാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. രണ്ടാമതൊരു വിഷയം, മറ്റുള്ളവരോട് പറയുന്നതിന് മുമ്പ് എന്നോടെന്ന പോലെ നിങ്ങളോട് പറയുന്നത്, പരിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട പഠനം അത് നാം നിർബന്ധമാക്കുക. പ്രവാചക വചനങ്ങളെ പഠിക്കുന്ന വിഷയത്തിൽ നാം നിർബന്ധം കാണിക്കുക. അതുപോലെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കാനും നിർബന്ധം കാണിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ പരിപാടിയുടെ അധ്യക്ഷ പദവി അലങ്കരിക്കുന്നത് ബഹുമാനനായ സുലൈമാൻ കയാണ്. അദ്ദേഹത്തെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ വേദിയിലുള്ള എൻ്റെ പ്രിയപ്പെട്ട ഷിഹാബ് ക, അദ്ദേഹത്തെ സ്നേഹത്തോടുകൂടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടിയിൽ തെറ്റിദ്ധരിച്ചവരോട് സ്നേഹപൂർവം എന്ന വിഷയത്തെ ആസ്പദമാക്കി സംസാരിക്കുന്ന എൻ്റെ സുഹൃത്തും നമുക്കെല്ലാം സുപരിചിതനുമായ ബഹുമാന്യനായ ഷിഹാബ് ഇടക്കര, അദ്ദേഹത്തെയും വളരെ സ്നേഹത്തോടുകൂടി ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടി വീക്ഷിക്കാനെത്തിയ എൻ്റെ പ്രിയപ്പെട്ട നല്ലവരായ രക്ഷിതാക്കളെയും സഹോദരി സഹോദരന്മാരെയും ഇതിൻ്റെ അടുത്തു നിന്നും ഇതിൻ്റെ പരിസരത്തു നിന്നും ഈ പരിപാടിയെ വീക്ഷിക്കുന്ന ഈ പ്രദേശത്തുള്ള നല്ലവരായ ആളുകളെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ആദരണീയരായ പണ്ഡിതന്മാരെ, രക്ഷിതാക്കളെ, സഹപ്രവർത്തകരെ, ഈ ശബ്ദം അടുത്തു നിന്നും അകലെ നിന്നും ശ്രവിക്കുന്ന ഈ അയനച്ചോട് നിവാസികളെ, ഇതര മത സഹോദരി സഹോദരന്മാരെ, വിസ്ഡം ഗ്ലോബൽ ഇസ്ലാമിക് വിഷൻ കീഴിലുള്ള മുജാഹിദ് ദഅവാ സമിതി നടത്തുന്ന ഒരു മതപ്രഭാഷണ പരിപാടിയിലാണ് നമ്മളുള്ളത്. ഇവിടെ നടക്കാനിരിക്കുന്ന ഈ പ്രഭാഷണം മുൻ ധാരണയില്ലാതെ ശ്രദ്ധിച്ച് കേൾക്കണമെന്നാണ് സ്നേഹവിദ്യ എനിക്ക് ഉണർത്താനുള്ളത്. സമയം ഒരുപാടായിട്ടുണ്ട്. അതിനാൽ വിഷയം അവതരിപ്പിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി ബഹുമാനായ പണ്ഡിതൻ ഷിഹാബ് ഇടക്കരയെ ഞാൻ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽ ഹംദലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅമാലിനാ. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم
وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة اتقوا الله حيثما كنتم أعوذ بالله من الشيطان الرجيم رب اشرح لي صدري ويسر لي أمري. ബഹുമാനനായ ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ, സ്റ്റേജിലും സദസ്സിലുമിരിക്കുന്ന എല്ലാ പ്രോഗ്രാമുകളെയും ശ്രദ്ധയോടെ വീക്ഷിക്കുന്ന കാരണവന്മാരായ പിതൃതുല്യരായ ജ്യേഷ്ഠ സഹോദരങ്ങളെ, ഐലിച്ചോട് എന്ന് പറയുന്ന ഈ പ്രദേശത്തെ മാന്യരും ബഹുമാന്യരുമായ നാട്ടുകാരെ, എൻ്റെ ശബ്ദത്തെ അടുത്തു നിന്നും ദൂരെ നിന്നും ശ്രദ്ധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്ന സഹോദരങ്ങളെ, സഹോദരിമാരെ, ലോകത്തിൻ്റെ രക്ഷിതാവായ അള്ളാഹു അവൻ്റെ ദീനിനു വേണ്ടി സംസാരിക്കുന്ന ഈ സംസാരത്തെ ഒരു പുണ്യകർമ്മമായി, സൽക്കർമ്മമായി, സുഹൃത്തമായി കബൂൽ ചെയ്യുമാറാകട്ടെ. ആരോടുമുള്ള വാശി തീർക്കുന്നതിന് വേണ്ടിയുള്ള സംസാരമല്ല ഇത്. ഈ പ്രസ്ഥാനത്തെയും ഈ പ്രസ്ഥാനം ഉൾക്കൊള്ളുന്ന ആദർശത്തെയും തെറ്റിദ്ധരിച്ചു പോയവരോട് സ്നേഹപൂർവം ഈ ആദർശ പ്രസ്ഥാനം ഉൾക്കൊള്ളുന്ന ആദർശമെന്താണ് എന്ന് വ്യക്തമാക്കി കൊടുക്കുവാനുള്ള ഒരു വേദിയായിട്ടാണ് ഈ വേദിയെ അള്ളാഹുവിൻ്റെ തൗഫീക്കിനാൽ ഞങ്ങൾ ആഗ്രഹിക്കുന്നത്, ഉദ്ദേശിക്കുന്നത്. ആ അർത്ഥത്തിൽ ഈ പ്രോഗ്രാമിനെ കാണാനും ഈ പ്രോഗ്രാമിനെ വിലയിരുത്താനും നിങ്ങൾക്ക് സാധിക്കണമെന്നോ സ്നേഹബുദ്ധിയ ഞാൻ ആമുഖമായി നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്. റബ്ബ് തൗഫീക്ക് നൽകുമാറാകട്ടെ. നൂറ് കൊല്ലം മുമ്പ് ഒറ്റപ്പെട്ട ചില വ്യക്തിത്വങ്ങൾ കേരളക്കരയിൽ ഈ ആദർശത്തെ പ്രഖ്യാപിക്കുവാനും പറയുവാനും ആരംഭം കുറിച്ചു. കേരളക്കരയിൽ അന്വേഷണം നടത്തുന്ന ഏതൊരു വ്യക്തിക്കും അറിയാം, കേരളത്തിലെ മുസ്ലിങ്ങളുടെ ആദ്യത്തെ പ്രസ്ഥാനം, പലരും പറയാറുള്ളത്, നമ്മൾ നല്ല രൂപത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അനൈക്യമുണ്ടാക്കാൻ വന്നവരാണ് സത്യത്തിൽ ഈ വഹാബി പ്രസ്ഥാനം, മുജാഹിദ് പ്രസ്ഥാനം എന്നൊക്കെയാണ്. ശരിക്കൊന്ന് അന്വേഷിച്ചാൽ കേരളക്കരയിൽ ആദ്യത്തെ മുസ്ലിങ്ങൾക്ക് വേണ്ടിയുള്ള പ്രസ്ഥാനം സലഫി പ്രസ്ഥാനത്തിൻ്റെ നേതാക്കന്മാർ ഉണ്ടാക്കിയെടുത്ത ഐക്യസംഘമാണ്. അതിനു മുമ്പ് സമസ്തക്ക് ഇവിടെ പ്രസ്ഥാനമില്ല. പാരമ്പര്യം അവകാശപ്പെട്ടുകൊണ്ട് നിങ്ങൾക്ക് എത്ര പാരമ്പര്യം പറയാനുണ്ട് എന്ന് ചോദിക്കുന്നവർ പണ്ഡിതന്മാരോടും ഉസ്താദുമാരോടും ചോദിക്കണം. ആരാണ് സത്യത്തിൽ കേരളത്തിൽ ആദ്യത്തെ പണ്ഡിത സംഘടന ഉണ്ടാക്കിയത്? നിങ്ങൾ പല വിധത്തിലും ആക്ഷേപിച്ച് ഞങ്ങൾക്ക് കുറ്റമില്ല, ഞങ്ങൾക്കതിന് മനപ്രയാസമുണ്ടെങ്കിലും ആരോടും വൈരാഗ്യമില്ല. ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പടപൊരുതിയ നേതാക്കന്മാരിൽ വിദ്യാഭ്യാസ രംഗത്ത് സംഭവിച്ചു പോയ ചില സ്വാർത്ഥതയുടെയും
വിദ്യാഭ്യാസ രംഗത്ത് ഉണ്ടായ കടന്നുകയറ്റത്തിൻ്റെയും ഒക്കെ വ്യക്തമായി നിൽക്കുന്ന തെളിവുകളാണ് സത്യത്തിൽ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പടപൊരുതിയ നേതാക്കന്മാരിൽ പലരുടെയും പേര് തേഞ്ഞുമാഞ്ഞു പോയി എന്നത്. പുസ്തകത്തിന്റെ താളുകളിൽ മഷികൾ വെണ്ടക്ക നിരത്തിയാൽ ഏതെങ്കിലും നേതാക്കന്മാരുടെ പേരുകൾ പുസ്തക താളുകളിലൂടെ കടന്നുപോയാൽ പാരത്രിക ലോകത്ത് അതിന്റെ പേരിൽ ഏറെ പ്രതിഫലം കിട്ടുമെന്ന് വിചാരിക്കുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ അനുയായികളല്ല മുജാഹിദ് പ്രസ്ഥാനം. ആക്ഷേപിച്ച് പറയുന്ന KM മൗലവിയെ പോലെയുള്ള ആളുകൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് യാത്ര പോയത് ജീവൻ രക്ഷയ്ക്ക് വേണ്ടിയാണെങ്കിൽ എന്തിന് ഈ രാജ്യത്തെ കവർന്നെടുക്കാൻ വന്ന ഈ രാജ്യത്തിന്റെ മേൽക്കോയ്മ നേടിയെടുത്ത് ഇവിടുത്തെ നമ്മളെല്ലാവരും അത്തരത്തിലുള്ള ആളുകളുടെ ഒരടിമകളായി ജീവിക്കേണ്ട ഘട്ടമുണ്ടാക്കാൻ ശ്രമിച്ചവർ ഈ രാജ്യത്തിന്റെ അധികാരങ്ങൾ ഈ രാജ്യത്തിലെ മനുഷ്യ സമൂഹത്തിന് കൈമാറിക്കൊണ്ട് ഈ രാജ്യം വിട്ട് ഓടിപ്പോവാൻ പ്രിയപ്പെട്ടവരെ പണിയെടുത്തവരിൽ ഒരുപാട് ആളുകളുടെ പേരുകൾ പരാമർശിക്കാനുണ്ട്. ഞാൻ അവിടെ ആരുടെയും പേര് പരാമർശിക്കുന്നില്ല. നിങ്ങൾ പരാമർശ വിഷയമായി കൊണ്ടുവരുന്ന മുജാഹിദ് പ്രസ്ഥാനത്തിലെ ചില മൗലവിമാരെ എന്തുകൊണ്ട് ബ്രിട്ടീഷ് ഗവൺമെന്റ് ടാർഗറ്റ് ചെയ്തു എന്ന് നിങ്ങളൊന്ന് ആലോചിക്കണം. സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി പടപൊരുതാതെ, സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കാതെ തനിക്ക് ലഭിച്ച മണ്ണിൽ ഒരു കൂര കെട്ടി അടങ്ങി ഒതുങ്ങി ഇരുന്നാൽ പിന്നെ അവരെന്തിന് ഇത്തരത്തിലുള്ള മൗലവിമാരെ ടാർഗറ്റ് ചെയ്യണം എന്നതിന് ചില ഉത്തരങ്ങൾ ഉണ്ടാവുമല്ലോ. അത് മാത്രം ആലോചിച്ചത്. അദ്ദേഹത്തെ പിടിക്കണം, അദ്ദേഹത്തെ വകവരുത്തണം എന്ന് ഈ ഭാരതത്തിന്റെ മണ്ണിൽ നിൽക്കുന്ന മനുഷ്യരല്ലാത്ത പുറത്തു നിന്നുള്ളവർ ആഗ്രഹിച്ചത് എന്തുകൊണ്ട്? ഹബീബുന റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയുടെ മണ്ണ് വിട്ട് മദീനയിലേക്ക് പോകുന്നത് മക്ക എന്ന മണ്ണിന്, മക്ക എന്ന നാടിനോട് തിരിഞ്ഞു നിന്ന് മക്ക, നിന്നെ വിട്ടു പോവാൻ എനിക്ക് ആഗ്രഹമില്ല, ജനിച്ചു വളർന്ന് പിച്ച വെച്ച് വളർന്ന് വലുതായ മണ്ണിന്റെ നേരെ തിരിഞ്ഞു നിന്ന്, കഅബാലയത്തിന്റെ നേരെ തിരിഞ്ഞു നിന്ന് ഹബീബുന റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ രാജ്യത്തിന്റെ മണ്ണിന് നേരെ നോക്കി നിന്ന് കണ്ണീരോടുകൂടി പോവുകയാണ് ഞാൻ എന്ന് പറഞ്ഞത്, വൈകാരികമായി പറഞ്ഞത്, അവർ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രിയപ്പെട്ടവരെ വകവരുത്താൻ തീരുമാനമെടുക്കുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്ക് ഇഷ്ടമില്ലാത്ത ചില കാര്യങ്ങൾ അവരോട് പറഞ്ഞു എന്നതാണ്. എല്ലാവർക്കും അറിയല്ലോ, 40 വയസ്സ് വരെ നാട്ടിൽ അല്ലമീനായി അറിയപ്പെട്ട ഒരു മഹാ വ്യക്തിത്വം 40 വയസ്സിൽ അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് ദിവ്യബോധനം ഇറങ്ങി, ജിബ്രീൽ എന്ന മലക്ക് ഇറങ്ങി വന്ന് ഹിറാ ഗുഹയിൽ വന്നിരുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇഖ്റ, പ്രവാചകനെ താങ്കൾ വായിക്കണമെന്ന് പറയുമ്പോ എനിക്ക് വായിക്കാൻ അറിയില്ല എന്ന് പ്രവാചകൻ പ്രത്യുത്തരം പറയുമ്പോൾ ആവർത്തിച്ച് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വായിക്കാൻ ആവശ്യപ്പെടുകയും എനിക്ക് വായിക്കാൻ അറിയില്ല എന്ന മറുപടി നൽകുകയും കൂട്ടിപ്പിടിക്കുകയും ഓതിക്കൊടുക്കുകയും ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റ വറബ്ബുക്കൽ അക്രം അല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം എന്ന അല്ലാഹുവിന്റെ വചനാമൃതങ്ങൾ, ആദ്യ വചനാമൃതങ്ങൾ ഓതിക്കൊടുക്കുകയും ഖദീജ റളിയല്ലാഹു അൻഹയുടെ അടുക്കലേക്ക് ഓടി വന്ന് സമ്മിലൂനി എന്നെ പുതപ്പിട്ട് മൂടിക്കൊണ്ട എന്ന് പറയുകയും പേടിക്കണ്ട എന്ന് അവിടുന്ന് മറുപടി കൊടുക്കുകയും ഉറക്കത്ത് ബിൻ നൗഫൽ അടുക്കലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്ന ചരിത്രത്തിന്റെ അതിമനോഹരമായ ചില രംഗങ്ങളുണ്ട്. അവിടെ അവസാനിപ്പിച്ചാൽ തന്നെ ബാക്കി മനസ്സുകൊണ്ട് നിങ്ങൾക്ക് വായിച്ചെടുക്കാൻ പറ്റും. അങ്ങനെ പ്രവാചകനായി ആ നാട്ടിൽ
നാട്ടിൽ ജനിച്ചു വളർന്നു വലുതായി വന്ന് പ്രവാചകനായ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നാട് വിട്ട് മറ്റൊരു പ്രദേശത്തേക്ക് യാത്ര പോവേണ്ടി വന്നത് ജനങ്ങൾ മുഴുവനും ഇഷ്ടപ്പെട്ടത് കൊണ്ടാണോ? അല്ല. ഇസ്ലാമിനെ എതിർക്കുന്ന ആളുകൾ, ശിർക്കിനെ ഇഷ്ടപ്പെടുന്ന ആളുകൾ, ബഹുദൈവാരാധന ജീവിതത്തിന്റെ മുഖമുദ്രയായി ജീവിതത്തിൽ കൊണ്ടു നടക്കുന്ന ആളുകൾക്ക് സഹിക്കാനാവാത്ത ഇസ്ലാമിന്റെ അടിത്തറയാകുന്ന തൗഹീദ് പ്രിയപ്പെട്ടവരെ പ്രവാചകന സമൂഹത്തോട് പറഞ്ഞു എന്ന തെറ്റല്ലാതെ ഒരു തെറ്റും അള്ളാഹുവിന്റെ റസൂൽ ആ സമൂഹത്തോട് ചെയ്തിട്ടില്ല. ഇതിനെ ഞാൻ കേരളത്തിലെ പണ്ഡിതന്മാരോട് താരതമ്യം ചെയ്യുകയാണ്, ഒരിക്കലുമില്ല. അള്ളാഹുവിന്റെ റസൂൽ ഏറെ വ്യതിരിക്തമായി നിൽക്കുന്ന മഹാവ്യക്തിത്വമാണ്. ഹബീബുന റസൂൽ ലോകത്തിലെ ഏറ്റവും വലിയ തങ്ങളാണ്, അഷ്റഫുൽ ഖൽഖാണ്, റഹ്മത്തുൽ ലിൽ ആലമീനാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാരായോ സമസ്തയുടെ നേതാക്കന്മാരായിട്ടോ മത നേതാക്കന്മാരായിട്ടൊന്നും താരതമ്യം ചെയ്യാൻ പറ്റുന്ന ഒരു നേതാവല്ല. അതിനപ്പുറം ബഹുദൂരം നിൽക്കുന്ന മഹാ വ്യക്തിത്വമാണ് നമ്മുടെ നേതാവ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ എന്തിനാ എന്ന് പറഞ്ഞത്? പോവേണ്ടി വന്നത് എന്തിന് എന്ന് പഠിക്കണം. ഇനി നമ്മുടെ നാട്ടിൽ പ്രിയപ്പെട്ടവരെ ചില പ്രദേശത്തൊക്കെ ചില ആളുകൾ അവിടെ നിന്ന് മാറി അപ്പുറത്തേക്ക് സഞ്ചരിക്കേണ്ടി വരുന്നത് എന്തിന്റെ പേരിലാണ്? വ്യഭിചാരത്തിന്റെ പേരിലോ, കല്ലുകുടിയുടെ പേരിലോ, കള്ളത്തരത്തിന്റെ പേരിലോ, കഞ്ചാവിന്റെ പേരിലോ, ലഹരി പദാർത്ഥങ്ങളുടെ പേരിലോ, തോന്നിവാസത്തിന്റെ പേരിലൊക്കെ ആണെങ്കിൽ നമുക്ക് പലതും വിശദീകരിക്കാനും വ്യാഖ്യാനിക്കാനും ഉണ്ടാകും. നിങ്ങൾ പരാമർശ വിഷയമായി എടുക്കുന്ന മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ മുൻകാല നേതാക്കന്മാർ ഒളിച്ചോടി എന്നൊക്കെ നിങ്ങൾ പറയുന്നുണ്ടല്ലോ. ശരി, പോയിട്ടുണ്ടെങ്കിൽ എന്തിനു പോയി എന്നത് പഠിക്കണം. എന്തിനാ പോയത്? അവിടെ ചില ഉത്തരങ്ങൾ നിങ്ങൾക്ക് കിട്ടും. നാട്ടിൽ ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ട് പോയതാണോ? നാട്ടിൽ ഏതെങ്കിലും ഒരു മനുഷ്യന്റെ മുതൽ അപകരിച്ചിട്ടാണോ നാട് വിടേണ്ടി വരുന്നത്, മാറി താമസിക്കേണ്ടി വരുന്നത്? എടവണ്ണയിലെ അലവി മൗലവിയെ കൂട്ടിക്കൊണ്ടുപോയി, പ്രസംഗം കഴിഞ്ഞ് കൂട്ടിക്കൊണ്ടുപോയി, പരിചയമില്ലാത്ത റോഡിലൂടെ കൂട്ടിക്കൊണ്ടുപോയി കഴുത്തിൽ കത്തി അമർത്തി, നിങ്ങളുടെ അവസാനത്തെ ആഗ്രഹം എന്തെന്ന് ചോദിച്ചപ്പോൾ ഞാൻ നമസ്കരിച്ചിട്ടില്ല, നമസ്കരിക്കാൻ അനുവദിക്കണേ എന്ന് അലവി മൗലവി പ്രിയപ്പെട്ടവരെ ഉത്തരം കൊടുത്തത്, അബ്ദുസ്സലാം മൗലവിയെ പോലെയുള്ള മൗലവിമാർ മറുപടി കൊടുത്തത് എന്തിനു വേണ്ടിയായിരുന്നു എന്ന ചോദ്യത്തിന് ചില ഉത്തരങ്ങളുണ്ട്. നാട്ടിൽ ഒരു പ്രസാദം ഉണ്ടാക്കിയിട്ടില്ല, നാട്ടിൽ ഒരു കുഴപ്പങ്ങളും നിറച്ചിട്ടില്ല, നാട്ടിൽ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല. പിന്നെയോ അന്ന് കിട്ടാവുന്ന വിധത്തിൽ നാലാൾ കൂടുന്ന സ്ഥലത്ത് നിങ്ങൾ ഏകനായ റബ്ബിനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് പറഞ്ഞത് ഇഷ്ടപ്പെടാത്ത ഒരു പൗരോഹിത്യ വിഭാഗം ആ കാലഘട്ടത്തിലും ഇക്കാലഘട്ടത്തിലും എക്കാലഘട്ടത്തിലും ഉണ്ട്, ഉണ്ടായിരുന്നു, ഉണ്ടാവും. അറിയോ? നിങ്ങൾ ചരിത്രത്തെ പഠിക്കണം. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിന്റെ ആദ്യഘട്ടത്തിൽ കേരളക്കരയിൽ ഒരു ഐക്യസംഘം ഉണ്ടാകുമ്പോ ആ പേര് തന്നെ ഐക്യമെന്നാണ്. ആ ഐക്യസംഘത്തിൽ ഈക്യ വിഭാഗത്തിന്റെ ആളുകൾ, സമസ്തയുടെ ആളുകൾ ഉണ്ടായിരുന്നില്ലേ? ഉണ്ട്. നേതൃത്വം കൊടുക്കുന്നത് ഇന്ന് മുജാഹിദ് പ്രസ്ഥാനമായി അറിയപ്പെടുന്ന പണ്ഡിതന്മാർ, ഇന്ന് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാരായി പരിചയപ്പെടുത്തുന്ന അക്കാലഘട്ടത്തിൽ ജീവിച്ചവരാണ് ഐക്യസംഘത്തിന് നേതൃത്വം കൊടുക്കുന്നത്. ഈ ഐക്യസംഘത്തിൽ നിന്ന് പ്രിയപ്പെട്ടവരെ ഒന്നുകൂടി മാറി ചിന്തിച്ചുകൊണ്ട് കേരളത്തിലെ ആദ്യത്തെ പണ്ഡിത സംഘടനയ്ക്ക് രൂപം കൊടുക്കുകയാണ്. അതാണ് കേരള ജമിഅത്തുൽ ഉലമ. അന്ന് സമസ്തക്ക് വേറൊരു പണ്ഡിത സംഘടന ഉണ്ടോ കേരളത്തിൽ? സമസ്തക്ക് കേരളത്തിൽ വേറെ ഒരു പണ്ഡിത സംഘടന അന്നുണ്ടോ? ഒരിക്കലുമില്ല. 920 കാലം മുതൽ 925 കാലം വരെയുള്ള ചരിത്രത്തെ ഒരു ആവർത്തി വായിക്കാൻ മുസ്ലിം സമുദായം റെഡിയാവുകയാണെങ്കിൽ കേരളക്കരയിൽ അന്നുടലെടുത്ത പണ്ഡിത സംഘടന മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാർ കെട്ടിപ്പടുത്ത പണ്ഡിത സംഘടനയായിരുന്നു. അതൊരു ക്രെഡിറ്റായി ലോകത്തിന്റെ മുമ്പിൽ അവതരിപ്പിച്ച് വല്ലതും നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്ന പ്രസ്ഥാനമല്ല സലഫി പ്രസ്ഥാനം. ഒരിക്കലുമില്ല. അങ്ങനെ ആഗ്രഹിക്കുന്നേയില്ല, മോഹിക്കുന്നേയില്ല, അഭിലഷിക്കുന്നില്ല. ഹൃദയത്തിന്റെ അകത്തലങ്ങളിൽ ഒരു കോർണറിൽ പോലും അങ്ങനെ ഒരു മോഹമില്ല. അതിന്റെ പേരിൽ ഈ കേരളക്കരയിൽ എന്തെങ്കിലും ഒരു അഭിമാനത്തിന്റെയും ക്രെഡിറ്റിന്റെയും അവകാശത്തിന്റെ സർട്ടിഫിക്കറ്റുകൾ വാങ്ങിവെക്കണമെന്ന മോഹം ഈ പ്രസ്ഥാനത്തിനില്ല. പിന്നെന്തിനത് പറയുന്നു? പിന്നെന്തിനാ ഇത് പറയുന്നത്? നിങ്ങൾക്ക് പാരമ്പര്യം എന്ത് പറയാനുണ്ട് എന്ന് ചോദിക്കുന്നവരുണ്ട്.
ഇവിടെ എത്രയോ പാരമ്പര്യമായി തുടർന്നു വരുന്ന സമ്പ്രദായം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങളല്ലേ, നിങ്ങൾ ഭിന്നിപ്പിന് വേണ്ടി വന്നവരല്ലേ എന്ന് ചോദിക്കുന്നവരുണ്ട്. സത്യത്തിൽ കേരള ജമിയത്തുൽ ഉലമ എന്ന് പറയുന്ന പണ്ഡിത സംഘടനയ്ക്ക് മുജാഹിദ് പ്രസ്ഥാനം നേതൃത്വം കൊടുത്തു. സത്യല്ലേ? ശരിയല്ലേ? ഇത് ശരിയല്ല. ഇതിന്റെ 1ാമത്തെ വാർഷികം കഴിഞ്ഞു. ഏതിന്റെ? ആദ്യത്തെ പണ്ഡിത സംഘടനയുടെ 1ാമത്തെ വാർഷിക യോഗം കഴിഞ്ഞു. 2ാമത്തെ വാർഷിക യോഗം വരികയാണ്. മുറിവുറുപ്പുണ്ടായി, മീറ്റിങ്ങുകൾ നടന്നു. ഇനി നമുക്ക് ഈ കേരളത്തിലെ മുസ്ലിങ്ങളോട് എന്ത് പറയാനുണ്ട്? ചിന്തിക്കണം നിങ്ങളെ. പഴയഞ്ചൻ പ്രസംഗത്തിലേക്ക് തിരിച്ചു പോവുകയാണ് ഞാൻ. പഴമയുള്ള വർത്തമാനത്തിലേക്ക് തിരിച്ചു പോവുകയാണ് ഞാൻ. അക്കാലഘട്ടത്തിൽ 921 കാലഘട്ടത്തിൽ ഇതിന് നേതൃത്വം കൊടുക്കുന്ന പണ്ഡിത സംഘടനയാകുന്ന കേരളത്തിലെ ആദ്യത്തെ മുസ്ലിം പണ്ഡിത സംഘടന അഭിപ്രായപ്പെട്ടു, ഇവിടെ നഫീസത്ത് മാല പാടി പ്രസവിക്കുന്ന, അതാണ് ചികിത്സാ മുറ എന്ന് വിചാരിക്കുന്ന, അതാണ് പ്രസവത്തിന് എളുപ്പമുണ്ടാക്കാനുള്ള ആവശ്യമായ ഘടകമെന്ന് വിചാരിക്കുന്ന ഒരു സമൂഹത്തിന്റെ മുമ്പിലേക്ക് ഇറങ്ങിച്ചെന്ന്, അതല്ല നമുക്ക് വേണ്ടത്, ട്രീറ്റ്മെന്റ് ആണ് വേണ്ടത്, അതല്ല നമുക്ക് വേണ്ടത്, ഏകനായ രക്ഷിതാവിനുള്ള തവക്കുലാണ് വേണ്ടത്, ഈ നഫീസത്ത് മാലയല്ല നമുക്ക് വേണ്ടത്, മറിച്ച് റബ്ബിനോടുള്ള ദുആ ആണ് വേണ്ടത് എന്ന് പഠിപ്പിക്കണമെന്ന് ഈ പണ്ഡിത സംഘടനയിലെ ആദ്യത്തെ യോഗങ്ങളിൽ ചർച്ചാ വിഷയമായി കടന്നു വന്നു. അല്ലേ? കളിപ്പാട്ടുകളും പക്ഷിപ്പാട്ടുകളും മാലപ്പാട്ടുകളും മാറ്റിവെച്ച് പ്രിയപ്പെട്ടവരെ പരിശുദ്ധമായ ഖുർആനിലേക്കും തിരുസുന്നത്തിലേക്കും ഈ കേരളത്തിലെ മുസ്ലിം സമുദായത്തെ തിരിച്ചു വിളിക്കണമെന്ന് ആദ്യത്തെ പണ്ഡിത സംഘടന ചർച്ച ചെയ്തു. അറിയോ? അപ്പോ മുറിവുറുപ്പുണ്ടായി. ആർക്ക്? നാട്ടിലെ സാധാരണക്കാരായ നാടന്മാരായ മനുഷ്യർക്കല്ല. പിന്നെ ഈ ഖുർആനിലേക്കും സുന്നത്തിലേക്കും സമൂഹം തിരിച്ചു വന്നാൽ നമ്മുടെ നിലനിൽപ്പ് കാലിനടിയിലെ മണ്ണ് നീങ്ങിപ്പോകുമെന്ന് മനസ്സിലാക്കിയ പണ്ഡിത കേസരിമാരായ ആളുകൾ കേരളത്തിലെ ആദ്യത്തെ ഭിന്നിപ്പിന് തുടക്കമിട്ടു. കേരള ജമിയത്തുൽ ഉലമ എന്ന പണ്ഡിത സംഘടനയുടെ പേരിൽ മുമ്പ് ഒരു വാചകം കൂടി കൂട്ടിച്ചേർത്ത് കേരളത്തിലെ 2ാമത്തെ പണ്ഡിത സംഘടനയുണ്ടാക്കി, സമസ്ത കേരള ജമിയത്തുൽ ഉലമ. ആരാ ഭിന്നിപ്പിച്ചത്? ആദ്യത്തെ പണ്ഡിത സംഘടന ആരുടേതായിരുന്നു? 2ാമത് തെറ്റിപ്പിരിഞ്ഞു പോയി 2ാമത്തെ പണ്ഡിത സംഘടന ഉണ്ടാക്കി, സമസ്ത കേരള ജമിയത്തുൽ ഉലമ. സമസ്തയുടെ സുന്നി പ്രസ്ഥാനത്തിലെ ഏതെങ്കിലും ഒരു പണ്ഡിതന് ഞാൻ ഈ പറഞ്ഞ വാക്കിനെ എതിർക്കാനാകുമോ? അല്ല, നിങ്ങൾ പറഞ്ഞത് കളവാണ്, ഞങ്ങൾ ഉണ്ടാക്കിയതാണ് ആദ്യം, നിങ്ങളാണ് തെറ്റിപ്പിരിഞ്ഞു പോയത് എന്ന് പറയാൻ ആത്മധൈര്യമുള്ള ഏതെങ്കിലും ഒരു പണ്ഡിതൻ ഇന്ന് കേരളക്കരയിൽ ജീവിച്ചിരിക്കുന്നുണ്ടോ? സത്യമാണ്, ശരി. അപ്പൊ അതിന്റെ പേരിൽ എന്തെങ്കിലും ഒരു അവകാശവാദം നമ്മൾ ആവശ്യപ്പെടുന്നുണ്ടോ? ഇല്ല. ഇനി നിങ്ങളാണ് ആദ്യത്തെ പണ്ഡിത സംഘടന എങ്കിൽ ആയിക്കോട്ടെ, അതുകൊണ്ടൊന്നും നമുക്കൊന്നും നേടാനില്ല. പടച്ചവന്റെ കോടതിയിൽ ചെല്ലുമ്പോ ആദ്യത്തേത് ആരുത്, 2ാമത്തേത് ആരുടേത് എന്ന ചോദ്യമൊന്നുമില്ല. ഖുർആനും സുന്നത്തും അനുസരിച്ച് ജീവിച്ചവർക്കാണ് സ്വർഗം, അല്ലേ? പാരത്രിക ലോകത്തെ മുന്നിൽ കണ്ടുകൊണ്ട് പ്രിയപ്പെട്ടവരെ സ്വർഗത്തെ കാക്ഷിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നവർക്കാണ് പാരത്രിക വിജയമുള്ളത്. പിന്നെ എന്തിനു പറയുന്നു? ആളുകൾ, നാടന്മാര് ചോദിക്കുന്ന ചോദ്യമാണ്, നിങ്ങൾക്ക് എവിടെ പാരമ്പര്യം? കേരളക്കരയിലെ അവസ്ഥ നമ്മൾ പഠിക്കണം. ഈ അവസ്ഥയിൽ നിന്ന് ഈ സമുദായത്തെ വിശ്വാസത്തിലേക്ക്, അന്ധവിശ്വാസത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക്, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക്, അധർമ്മത്തിൽ നിന്ന് ധർമ്മത്തിലേക്ക്, അനീതിയിൽ നിന്ന് നീതിയിലേക്ക്, അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്ക് പ്രിയപ്പെട്ടവരെ കൊണ്ടുവരാൻ ഈ പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാർ പണിയെടുത്തു. ശരി. എന്നിട്ടോ 950 കാലഘട്ടം വന്നപ്പോ, ചിന്തിക്കണം, 957 കാലഘട്ടം വന്നപ്പോ, 50-ൽ പിന്നെ 57-ൽ ഒക്കെ ചിന്തിച്ചോളൂ. ഓരോ ഘട്ടങ്ങളായി ഈ പ്രസ്ഥാനത്തിന്റെ ഓരോ ഘടകങ്ങൾക്ക് രൂപം കൊടുക്കുകയാണ്. അങ്ങനെ ഇതൊരു വ്യാപക അർത്ഥത്തിൽ കേരളക്കരയിൽ ദഅവ പ്രവർത്തനങ്ങൾക്ക് പണ്ഡിതന്മാരുടെ കൂടെ സാധാരണക്കാരും താങ്ങ് നൽകി പ്രബോധന പ്രവർത്തനങ്ങൾക്ക് ആക്കം കൂട്ടാൻ തീരുമാനങ്ങൾ എടുക്കുകയാണ്. ഇന്ന് 2016 നിൽക്കുന്നു. പ്രയാസങ്ങളും ഭിന്നിപ്പുകളും പ്രശ്നങ്ങളും ഒക്കെ സ്വാഭാവികമാണ്. മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്തിന്റെ രക്ഷിതാവായ അല്ലാഹുവിനോട് നമ്മുടെ നേതാവ് പ്രാർത്ഥന നടത്തുകയാണ്. അല്ലാഹുവേ,
ഒരു കാലവിപത്തിനാൽ, ശ്രദ്ധിക്കണം, ഒരു കാലവിപത്തിനാൽ അല്ലാഹുവേ എന്റെ ഉമ്മത്തിനെ മൊത്തത്തിൽ നശിപ്പിച്ചു കളയരുത് എന്ന് എനിക്ക് നീ വാക്ക് തരണം എന്ന് ലോകരക്ഷിതാവായ അല്ലാഹുവിനോട് ഒരു വെള്ളപ്പൊക്കം മൂലം, അല്ലെങ്കിൽ ഒരു കാറ്റ് മൂലം, അതല്ലെങ്കിൽ ഒരു ഭൂമി കുലുക്കം മൂലം എന്റെ ഉമ്മത്തിനെ മുഴുവനും നശിപ്പിച്ചു കളയില്ല, ഒന്നിച്ച് നശിപ്പിക്കുകയില്ല എന്നെനിക്ക് നീ വാക്ക് തരണമെന്ന് അല്ലാഹു തആലയോട് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തത് ഹദീസിലുണ്ട്. അല്ലാഹു പറഞ്ഞു, ശരി, അത് സംഭവിക്കുകയില്ല. പിന്നെയോ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും ചോദിച്ചു, അല്ലാഹുവേ എന്റെ ഉമ്മത്ത് ഭിന്നിക്കുകയില്ല, അതെനിക്ക് നീ ഉറപ്പ് തരണം. അല്ലാഹു പറഞ്ഞു, ഇല്ല, അത് സംഭവിച്ചുകൊണ്ടേയിരിക്കും. അറിയോ, നമ്മൾ ആരും വിചാരിച്ചാൽ തീരുന്ന ഒരു പ്രശ്നമല്ല. സമസ്തയാകട്ടെ, സലഫി പ്രസ്ഥാനമാകട്ടെ, മറ്റേതെങ്കിലും പ്രസ്ഥാനങ്ങളാകട്ടെ, സ്വാഭാവികമാണ് മനുഷ്യരാണ് എന്ന നിലക്ക് അഭിപ്രായ വ്യത്യാസങ്ങളും അഭിപ്രായ സ്വാതന്ത്ര്യങ്ങളും ഒക്കെ ഉണ്ടാവുക എന്നത് സ്വാഭാവികമായ ചർച്ചയും സ്വാഭാവികമായ പ്രതിഭാസവുമാണ്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നു, എന്ത്? ക്രൈസ്തവർ 72 വിഭാഗമാവുകയാണ്. തിരിച്ചു മറിച്ചൊക്കെ 71, 72 ജൂതന്മാരും ക്രൈസ്തവരും. എന്നിട്ടോ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സതഫ്തരികു ഉമ്മത്തി, എന്റെ ഉമ്മത്ത് ഭിന്നിച്ചു പോകും, ഫിർഖത്തായി മാറും, ഭിന്നിപ്പുകൾ ഉണ്ടാകും. ആർക്ക്? എന്റെ ഉമ്മത്തിന്. എത്ര 73 വിഭാഗങ്ങളായി. അവസാനിപ്പിച്ചില്ല. കുല്ലുഹും ഫിന്നാർ, ഭിന്നിച്ചു പോകുന്നവർ മുഴുവനും നരകത്തിലുള്ളവരാണ്, നരകത്തിലേക്കാണ്. ശരി, അപ്പൊ നിങ്ങൾ മാത്രം സ്വർഗത്തിൽ, ബാക്കിയുള്ളവരൊക്കെ നരകത്തിൽ. അങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ടോ? ഒരിക്കലും പറഞ്ഞിട്ടില്ല, പറയില്ല. ഒരാളെ സ്വർഗത്തിലാക്കാനോ, ഒരാളെ നരകത്തിലാക്കാനോ, ഒരാളെ കാഫിറാക്കാനോ, ഒരാളെ മുശ്രിക്കാക്കാനോ, ഒരാൾ വിശ്വാസിയാണെന്ന് പറഞ്ഞ് സർട്ടിഫിക്കറ്റ് കൊടുക്കാനൊന്നും അധികാരം നമുക്ക് ആർക്കും വന്നു തന്നിട്ടില്ല. ഇല്ല. സതഫ്തരികു ഉമ്മത്തി അലാ 73 ഫിർഖ, എന്റെ ഉമ്മത്ത് 73 വിഭാഗങ്ങളായി ഭിന്നിച്ചു പോകും. കുല്ലുഹും ഫിന്നാർ, എല്ലാവരും നരകത്തിലേക്കുള്ളവരാണ്. ഇല്ല മില്ലത്തൻ വാഹിദത്തൻ, ഒരൊറ്റ മില്ലത്തൊഴികെ. അത് സമസ്താനോ, മുജാഹിദെന്നോ, ഇകെന്നോ, എപിന്നോ, മുജാഹിദിന്റെ ഗ്രൂപ്പുകളിലോ, വേറെ ഏതെങ്കിലും തബ്ലീഗ് ജമാഅത്തിനൊന്നും അല്ലാഹുവിന്റെ ഖുർആനിലും സുന്നത്തിലൊന്നും ഇല്ല. പിന്നെന്താ പറഞ്ഞത്? ഇല്ല മില്ലത്തൻ വാഹിദത്തൻ, ഒരൊറ്റ മില്ലത്തൊഴികെ. അവർ സ്വർഗത്തിലേക്കാ, ബാക്കിയൊക്കെ പിഴച്ച കക്ഷികളാവും. ആരാണ് ആ കക്ഷി? അല്ലാഹുവിന്റെ കോടതിയിൽ ചെന്ന് നിൽക്കുമ്പോ മുജാഹിദുകളൊക്കെ ഇങ്ങോട്ടേക്ക്, സമസ്തക്കാരൊക്കെ അപ്പുറത്തേക്ക്, തബ്ലീഗൊക്കെ അങ്ങോട്ട് മാറിക്ക് എന്നൊക്കെ പറയുന്നു വിചാരിക്കുന്നുണ്ടോ? ഉണ്ടോ? ഇതൊക്കെ പ്രവർത്തനത്തിന് വേണ്ടിയുള്ള, പ്രിയപ്പെട്ടവരെ, ഒരു ചട്ടക്കൂട് മാത്രമാണ്. നമുക്ക് പ്രവർത്തിക്കണം, നമുക്ക് പെർമിഷൻ എടുക്കണം, നമുക്കൊരു അഡ്രസ് വേണം, നമുക്ക് സ്റ്റേഷനിലേക്ക് കയറി ചെല്ലണം, നമുക്ക് ഇവിടുത്തെ അവകാശങ്ങൾ നേടിയെടുക്കണം. അതിനൊരു ഫ്രെയിം വേണം, ഒരു ചട്ടക്കൂട് വേണം. നിങ്ങൾ കൊച്ചു സംഘമാണെങ്കിലും നിങ്ങൾക്കൊരു ലീഡർ വേണം. നിങ്ങളുടെ ലീഡർ കറുത്തവനാകാം, നിങ്ങളുടെ ലീഡർ വെളുത്തവനാകാം, നിങ്ങളുടെ ലീഡർ ഹൈറ്റ് കുറഞ്ഞവനാകാം, കൂടിയവനാകാം, നീഗ്രോ വംശജനായ കറുത്ത വംശക്കാരനാവാം. പക്ഷെ നിങ്ങൾ അമീർ പറയുന്നത് നിങ്ങൾ അനുസരിക്കണമെന്ന് ഹബീബുന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ. കുല്ലുഹും ഫിന്നാർ, എല്ലാവരും നരകത്തിലേക്കുള്ളവരാണ്, ഒരൊറ്റ ടീം ഒഴികെ. അതാരാ? ഹദീസിന്റെ ബാക്കി വായിച്ചാൽ കിട്ടും. ഒരു പ്രസ്ഥാനത്തിന്റെ പേരൊന്നുമില്ല. പിന്നെയോ, ഞാനും എന്റെ സഹാബത്തും എവിടെ നിന്നോ അവിടെ നിന്നവർ. സുബ്ഹാനല്ലാഹ്. ഞാനും എന്റെ സഹാബത്തും എവിടെ നിന്നോ, ഏത് ദിവസം? അൽ യൗം, ഇന്നേ ദിവസം. ഞാനും എന്റെ സഹാബത്തും എവിടെ നിന്നോ അവിടെ നിന്നവർ. സുബ്ഹാനല്ലാഹ്. മാ അന അലൈഹി അൽ യൗം വ അസ്ഹാബി. ഞാൻ എവിടെ നിന്നോ, എന്റെ സഹാബത്ത് എവിടെ നിന്നോ അവിടെ നിന്നവർ സ്വർഗത്തിലേക്കുള്ളവരാണ്. നിങ്ങൾ ഏത് പേരിട്ടാൽ, നിങ്ങൾ എവിടെ വീട് വെച്ചാലും, നിങ്ങൾ ഏത് മാർഗത്തിൽ, ഹലാലായ മാർഗത്തിൽ എവിടെ പോയി കച്ചവടം ചെയ്താലും, ഞാനും എന്റെ സഹാബത്തും എവിടെ നിന്നോ അവിടെ നിന്നവർ സ്വർഗത്തിലേക്കുള്ളവരാണ്. അതിൽ നിന്ന് തെറ്റി സഞ്ചരിച്ചാലോ നരകത്തിലേക്കുള്ളവരാണ്. ശരി, നമ്മുടെ നിലപാടോ തീവ്രതയില്ലാത്ത നിലപാടാണ്. നമ്മുടെ നിലപാടോ ഭീകരവാദമില്ലാത്ത നിലപാടാണ്. നമ്മുടെ നിലപാടോ തീവ്രവാദമില്ലാത്ത നിലപാടാണ്. നമ്മുടെ നിലപാടോ ആദർശ രംഗത്ത് വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ്, കണിഷ്ഠതയുള്ള നിലപാടാണ്. എന്നാൽ ഒരു അമുസ്ലിമിനോട് നമുക്ക് വൈരാഗ്യമില്ല,
അയൽവാസി ആരെന്ന് നോക്കാതെ അവനെ സഹായിക്കേണ്ടവനാണ്. ആദർശത്തിലോ കണിശതയുണ്ട്. ഞാൻ പറയും, വ്യത്യാസം ഞാൻ കൃത്യമായിട്ട് പറയാം ഇൻഷാ അല്ലാഹ്. എങ്ങനെ? അപ്പുറത്ത് താമസിക്കുന്നവന്റെ ജാതി നോക്കണ്ട, മതം നോക്കണ്ട, നിറം നോക്കണ്ട, വർഗം നോക്കണ്ട, ഗ്രൂപ്പ് നോക്കണ്ട, വർഗം നോക്കണ്ട, സഹായിക്കണേ. ഹൈന്ദവന് വീടില്ല, വീട് വെച്ചു കൊടുത്തോ. ക്രൈസ്തവൻ അസുഖമായി കിടക്കുക, ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിക്കോ. അയൽവാസിക്ക് വീട് വെക്കാൻ സ്ഥലമില്ല, വാടകയ്ക്ക് താമസിക്കുക. ഉപ്പാന്റെ വാപ്പാന്റെ സ്വത്ത് ഓഹരി വെക്കുമ്പോ അയൽവാസിക്ക് വാടക വീട്ടിൽ താമസിക്കുന്നവന് 3 സെന്റ് 4 സെന്റ് കൊടുത്തോ. ഖുർആന്റെയും ഹദീസിന്റെയും കൽപ്പനകൾ അല്ലേ? നിങ്ങളുടെ സ്വത്തിനെ ശുദ്ധീകരിച്ചുകൊണ്ടേയിരിക്കണം. 1000 രൂപയ്ക്ക് 25 രൂപ, 10,000 രൂപയ്ക്ക് 250 രൂപ, 1,00,000-ന് 2,500 രൂപ ശുദ്ധീകരണ പ്രവർത്തനം നടത്തണം. 20 ലക്ഷം രൂപയുടെ വീട് വെക്കുമ്പോ മുസ്ലിമേ, അതിൽ നിന്ന് 20 ലക്ഷത്തിന്റെ 2.5% പാവപ്പെട്ടവർ നീക്കം ചെയ്ത് കൊടുത്ത് ശുദ്ധീകരിച്ച പണം കൊണ്ട് വീടുണ്ടാക്കണം എന്ന് പഠിപ്പിച്ച ഭൂതലത്തിലെ ഭൂമിക്ക് മേലെയുള്ള ഏക മതം സുബ്ഹാനല്ലാഹ്, ഇത് ഇസ്ലാം, ഇത് അല്ലാഹുവിന്റെ ദീന. എവിടെയും ക്ലാരിറ്റി ഉള്ളത്, ഒരു സ്ഥലത്തും പടച്ചു പോവാത്ത റൂട്ട് പറഞ്ഞു തന്ന റബ്ബിന്റെ മതം. ഇന്ന ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. അല്ലാഹുവിന്റെ അടുക്കൽ, പ്രപഞ്ചനാഥന്റെ അടുക്കൽ, വിരാട് പുരുഷന്റെ അടുക്കൽ, ഹിരണ്യഗർഭന്റെ അടുക്കൽ, ദൈവം തമ്പുരാന്റെ അടുക്കൽ സ്വീകാര്യോഗ്യമായ മതം അത് ഇസ്ലാം. ക്ലിയർ അല്ലേ? ഞാൻ പറയുന്നത് വളരെ പതുക്കെയാണ്, വളരെ സാവകാശമാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അത്ര ക്ലാരിറ്റിക്കുള്ള ഒരു മതം. ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ സ്വത്തിൽ നിന്ന് 1000 രൂപ എന്റെ പോക്കറ്റിലെത്തുമ്പോ വിശപ്പടങ്ങാത്ത പാവപ്പെട്ടവന് വേണ്ടി, ഫക്കീറിന് വേണ്ടി, മിസ്കീനിന് വേണ്ടി, വഴിപോക്കർക്ക് വേണ്ടി, കടത്തിൽ കുടുങ്ങിയവർക്ക് വേണ്ടി, നോക്ക് കൃത്യമായി ഖുർആൻ എണ്ണി പറഞ്ഞു. അവർക്ക് വേണ്ടി 25 രൂപ ദാനമല്ല, നിന്റെ ഔദാര്യമല്ല, നിന്റെ ഓശാരമല്ല, പിന്നെയോ നീ കൊടുക്കേണ്ട നിർബന്ധമായ ദാനമാണ്. ആ നിലക്ക് നീ അതിനെ നിർബന്ധ ബാധ്യത എന്ന നിലക്ക് നീ അതിനെ മാറ്റിവെക്കണമെന്ന് പഠിപ്പിച്ച മതം അല്ലേ? അത് നിന്നെയും നിന്റെ സമ്പത്തിനെയും ശുദ്ധീകരിക്കുവാനുള്ള ഒന്നാണ് എന്ന് പഠിപ്പിച്ച മതം. വിശദീകരിച്ചു പോകാനുള്ള സമയമില്ല. എന്തിനാ ഇത് പറഞ്ഞത്? ഒരു സ്ഥലത്തും ഒരു മുസ്ലിമിന് പരിശുദ്ധ ഖുർആൻ കൊണ്ടും തിരുസുന്നത്ത് കൊണ്ടും നിർദ്ദേശം കിട്ടാതെ പോയിട്ടില്ല. എല്ലാ സ്ഥലത്തും കൃത്യമായ നിർദ്ദേശം. എങ്ങനെ മുണ്ടെടുക്കണം, എങ്ങനെ പാന്റ് അണിയണം, എങ്ങനെ വസ്ത്രമണിയണം, എങ്ങനെ മുടി വളർത്തണം, എങ്ങനെ താടി വളർത്തണം, എങ്ങനെ മീശ വെട്ടി ഒതുക്കണം, എങ്ങനെ കക്ഷരോമം പറിച്ചു കളയണം, എങ്ങനെ ഗുഹ്യരോമത്തെ നീക്കം ചെയ്യണം, ചെയ്തിട്ടില്ലെങ്കിലുള്ള പ്രശ്നം എന്താണ്, ചെയ്താലുള്ള ഗുണം എന്താണ്, അതിന്റെ പ്രതിഫലം എന്താണ്, വൃത്തി ഇന്നതൊക്കെയാണ് വൃത്തി, ഇന്നത് വൃത്തിഹീനമാണ് എന്ന് പഠിപ്പിച്ച മതം സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ മതമാണ് അല്ലേ? എന്തിനാ ഇങ്ങനെ ഒരു വിഷയത്തിൽ ഇത് പറയുന്നത്? എന്തിനാ? ഒരു സ്ഥലത്തും എനിക്കും നിങ്ങൾക്കും ഇനി മതത്തിലേക്കൊന്നും കൂട്ടിച്ചേർക്കേണ്ടതില്ല. റോഡിന്റെ വീതി കൂട്ടാം, കുറക്കാം, കിണറിന്റെ വലുപ്പം കൂട്ടാം, കുറക്കാം, അല്ലേ? നാം കുത്തി ഉണ്ടാക്കുന്ന വെള്ള സംഭരണികളും സംവിധാനങ്ങളും വലിപ്പം കൂട്ടാം, കുറക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ട. ആളുകൾക്ക് ഡിസ്റ്റർബ് ആകാത്ത വിധത്തിൽ നിങ്ങൾക്ക് ചെയ്യാം. അൽ മുസ്ലിം മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി. ഒരു മുസ്ലിം മുസ്ലിമായി തീരണമെങ്കിൽ അവന്റെ നാവിൽ നിന്നും അവന്റെ കയ്യിൽ നിന്നും മറ്റുള്ളവർക്ക് ഉപദ്രവം ലഭ്യമാവാതെ, ഉപദ്രവം കിട്ടാതെ അവർ സുരക്ഷിതരായിരിക്കണമെന്ന് പഠിപ്പിച്ച മതം. ഒരേക്കർ സ്ഥലത്തൊരു വീട് വെക്കുന്നവൻ, അപ്പുറത്ത് താമസിക്കുന്ന അവന്റെ മതിലിനോട് ചാരി താമസിക്കുന്ന 3 സെന്റിലെ കൂരയിൽ താമസിക്കുന്ന കുടുംബാംഗങ്ങൾക്ക് ആ മതിലിനോട് ചാരി നിങ്ങളുടെ ടോയ്ലറ്റ് സംവിധാനത്തിന്റെ ടാങ്കുകൾ ഒരുക്കി ഡിസ്റ്റർബ് ചെയ്യരുത് എന്ന് പഠിപ്പിച്ച മതത്തിന്റെ അനുയായി അല്ലേ? നിന്റെ വീട്ടിലെ വേസ്റ്റുകളും അതേ അവശിഷ്ടങ്ങളും മറ്റുള്ളവർക്ക് ഉപദ്രവമാകുന്ന വിധത്തിൽ ഉപേക്ഷിക്കരുതെന്ന് പഠിപ്പിച്ച മതം. താൻ കഴിച്ച ഒരു ഫ്രൂട്ടിന്റെ തൊലി, ഒരു പഴത്തിന്റെ തൊലി വഴിയിലേക്ക് എറിഞ്ഞു കളയരുത് എന്ന് പഠിപ്പിച്ച മതത്തിന്റെ അനുയായികൾ. മുടി ചീകുമ്പോ വലത് ഭാഗത്ത് നിന്ന് വാർന്നു തുടങ്ങണേ എന്ന് പഠിപ്പിച്ച മതം. ഷേർട്ട് അണിയുമ്പോ വലത് കൈ അണിയണേ എന്ന് പഠിപ്പിച്ച മതം. എന്തിനാ ഇത് പറയുന്നത്? എന്തിനാ ഇത് പറയുന്നത്? ഒരു പാന്റ് അണിയുമ്പോ ആദ്യം വലത് കാൽ അണിയണേ എന്ന് പഠിപ്പിച്ച മതം.
ലോകത്തുണ്ടെങ്കിൽ അത് ഇസ്ലാം മാത്രം. ഏതാ വിട്ടത്? വീട്ടിലേക്ക് 4 ആള് വന്നാൽ നിങ്ങൾ കൊടുക്കുന്ന വെള്ളം, നിങ്ങൾ വിളമ്പിക്കൊടുത്ത ഭക്ഷണം വലത് ഭാഗത്ത് നിന്ന് കൊടുത്തു തുടങ്ങണേ എന്ന് പഠിപ്പിച്ച മതം. ഉറങ്ങാൻ നേരത്ത് പ്രിയപ്പെട്ടവരെ അടുപ്പിൽ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന തീക്കൊള്ളിക്ക് മേൽ വെള്ളമൊഴിച്ച് കെടുത്തിയിട്ട് കിടന്നുറങ്ങാവൂ എന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മതം. അരിച്ചു വെച്ച ഷർട്ട് രണ്ടാമത് അണിയുമ്പോ ഒന്ന് കുടയാതെ ഉപയോഗിക്കരുത് എന്ന് പഠിപ്പിച്ച മതം. ബെഡിൽ വിരിച്ചിട്ട വിരിപ്പ് നീ പോയി കിടന്നുറങ്ങുന്നതിന് മുമ്പ് പുതിയതാണെങ്കിലും ഏറ്റവും ഇന്ന്